എല്ലാവർക്കും ക്യൂസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് SSCRT ബേസിക് സയൻസിലെ 16ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ജലത്തെ അവയിലെ ഘടകമൂലകങ്ങളായ ഓക്സിജനും ഹൈഡ്രജനുമായി വേർതിരിക്കാൻ കഴിയും. വൈദ്യുത വിശ്ലേഷണം എന്ന മാർഗം ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ വേർതിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജലവോൾട്ടാമീറ്റർ. അതിനൊരു എക്സാമ്പിളാണ് ഹോഫ്മാൻ ജലവോൾട്ടാമീറ്റർ. ഈ ഹോഫ്മാൻ ജലവോൾട്ടാമീറ്റർ ഉപയോഗിച്ച് ജലത്തെ വളരെ എളുപ്പത്തിൽ വിഘടിപ്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ജലത്തെ വിഘടിപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യാപ്തത്തിൻ്റെ അനുപാതം 2:1 എന്ന തോതിലായിരിക്കും. അതായത് 2:1 എന്ന അംശബന്ധത്തിൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാണ് ജലമുണ്ടാകുന്നത്. ഇനി നമുക്ക് ജലവും ലോഹങ്ങളുമായുള്ള പ്രവർത്തനം നോക്കാം. ലോഹങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകും. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ലോഹങ്ങൾ തണുത്ത ജലവുമായി വളരെ വേഗം പ്രവർത്തിക്കുകയും അവ ഹൈഡ്രജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. മഗ്നീഷ്യം എന്ന ലോഹത്തിൻ്റെ കേസ് നോക്കാം. ഈ മഗ്നീഷ്യം ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ജലത്തിലിടുക. നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വാതകം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഈ മഗ്നീഷ്യം ചൂടുവെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ ഹൈഡ്രജൻ വാതകം അവിടെ സ്വതന്ത്രമാകുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ രാസസമവാക്യമാണ് Mg+H2O gives MgO+H2. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായാണ് എളുപ്പം പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടുന്നു. എന്നാൽ ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ജലവും ലോഹങ്ങളുമായുള്ള പ്രവർത്തനം എന്താണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കും. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കുന്നു. ഇരുമ്പിന് ജലവുമായി നേരിട്ട് പ്രവർത്തനമില്ല, എന്നാൽ നീരാവിയുമായി അത് പ്രവർത്തിക്കും. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല. ജലം ഒരു സാർവിക ലായകമാണ്. എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാം. കറിയുപ്പ്, പഞ്ചസാര, വിനാഗിരി എന്നീ 3 വ്യത്യസ്ത വസ്തുക്കൾ 3 ഗ്ലാസ് ടംബ്ലറുകളിലെ ജലത്തിൽ ലയിപ്പിക്കുക. ഈ 3 ലായനികളും വെവ്വേറെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി ചേർക്കുക. ഓരോ ലായനിയിൽ നിന്നും അല്പം എടുത്ത് രുചിച്ചു നോക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത? കറിയുപ്പ് ലയിച്ചു ചേർന്ന ടംബ്ലറിലെ വെള്ളം നമ്മൾ രുചിച്ചു നോക്കിയപ്പോൾ കറിയുപ്പിൻ്റെ രുചിയാണ് ഉണ്ടായത്, അല്ലേ? പഞ്ചസാര വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ പഞ്ചസാരയുടെ ഗുണമാണ് നമുക്ക് ലഭിച്ചത്. വിനാഗിരിയുടേത് നമ്മൾ രുചിച്ചു നോക്കിയപ്പോൾ വിനാഗിരിയുടെ സ്വഭാവമാണ് നമുക്ക് മനസ്സിലായത്. അതായത് ജലത്തിൽ ഓരോ പദാർത്ഥം ലയിക്കുമ്പോഴും ജലത്തിന് അതിൽ ലയിച്ച പദാർത്ഥത്തിൻ്റെ സ്വഭാവമാണ് കൈവന്നത്. ജലത്തിൽ ഓരോ പദാർത്ഥം ലയിക്കുമ്പോഴും ജലത്തിന് അതിൽ ലയിച്ച പദാർത്ഥത്തിൻ്റെ സ്വഭാവമാണ് കൈവന്നത്. നമുക്ക് മറ്റൊരു പരീക്ഷണം നോക്കാം. 3 ടെസ്റ്റ് ട്യൂബുകളിൽ അല്ലെങ്കിൽ ബീക്കറിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക. ഒരു ബീക്കറിൽ 2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റൊന്നിൽ 2 തുള്ളി സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും ചേർക്കുക. അതിനുശേഷം അതിനുള്ളിലേക്ക് നീല ലിറ്റ്മസ് ഇടുക. എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ നീല ലിറ്റ്മസ് മുക്കിയപ്പോൾ ആ നീല ലിറ്റ്മസിൻ്റെ കളറ് ചുവപ്പായി മാറി. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നീല ലിറ്റ്മസ് മുക്കിയാൽ എന്താ സംഭവിക്കുന്നത്? കളർ ചേഞ്ച് സംഭവിക്കുന്നില്ല, അല്ലേ? അതായത് ആസിഡിൻ്റെ പ്രസൻസിൽ നീല ലിറ്റ്മസ് എന്നത് ചുവപ്പ് നിറമാകും. ആൽക്കലിയുടെ പ്രസൻസിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല, അല്ലേ? ചുവന്ന നിറം തന്നെയാണ്. എന്നാൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡിലാണ് മുക്കുന്നതെങ്കിൽ ചുവന്ന ലിറ്റ്മസ് നീല നിറമായി മാറും. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല നിറമായി മാറും. ഇനി ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നീല ലിറ്റ്മസ് താഴ്ത്തുകയാണെങ്കിൽ അതിന് കളർ ചേഞ്ച് സംഭവിക്കുന്നില്ല, ആ നീല നിറം തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ചുവന്ന ലിറ്റ്മസ് താഴ്ത്തുകയാണെങ്കിലും ചുവപ്പ് നിറം തന്നെയാണ് ലഭിക്കുന്നത്, അതായത് കളർ ചേഞ്ച് സംഭവിക്കുന്നില്ല. ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തെ നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് വിളിക്കാം. ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് വിളിക്കാം. ഇനി മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം.
വ്യത്യസ്ത ബീക്കറുകളിൽ എടുത്ത ജലത്തിലേക്ക് നിറമുള്ള മഷികൾ, നിറമുള്ള ലവണങ്ങൾ, അതായത് കോപ്പർ സൾഫേറ്റ്, നിക്കൽ സൾഫേറ്റ് തുടങ്ങിയവ ചേർത്ത് ഇളക്കി നോക്കുക. അതിനുശേഷം ജലത്തിലുണ്ടാകുന്ന നിറം നിരീക്ഷിക്കുക. ഈ പരീക്ഷണം ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകും, നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും. നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് മൂലവും ജലത്തെ നമ്മൾ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം ഒരു സാർവിക ലായകമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മൃദുജലവും കഠിനജലവും. ആദ്യമേ മനസ്സിലാക്കണം, സോപ്പ് നന്നായി പതയുന്ന ജലമാണ് മൃദുജലം. സോപ്പ് നന്നായി പതയാത്ത ജലമാണ് കഠിനജലം. ഇത് നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കാം. 3 ടെസ്റ്റ് ട്യൂബുകളിൽ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ലവണങ്ങൾ ലയിപ്പിച്ച ജലമെടുക്കുക. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശുദ്ധമായ ജലമെടുക്കുക. എല്ലാ ടെസ്റ്റ് ട്യൂബിലും തുല്യ വലിപ്പമുള്ള സോപ്പ് കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായി കുലുക്കുക. ഏത് ലായനിയിലാണ് കൂടുതൽ പതയുണ്ടാകുന്നത്? നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും, ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തതിലാണ് നല്ല പതയുണ്ടായത്. അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലം എന്നത് മൃദുജലത്തിന് ഉദാഹരണമാണ്. സോപ്പ് പതയാതിരുന്നത് ഏത് ലായനിയിലാണ്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ലവണങ്ങൾ ലയിപ്പിച്ചതിൽ സോപ്പ് പതഞ്ഞില്ല. അതായത് അവിടെ കഠിനജലമായിരുന്നു ഉണ്ടായിരുന്നത്. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലമെന്ന് വിളിക്കാം. ഇവിടെ കാഠിന്യത്തിന് കാരണം ജലത്തിൽ ലയിച്ചു ചേരുന്ന കാൽസ്യം, മഗ്നീഷ്യം ലവണങ്ങളാണ്. സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലമെന്നും വിളിക്കുന്നു. തിളപ്പിച്ചാൽ നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം. ഈ താൽക്കാലിക കാഠിന്യത്തിൻ്റെ കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളെ നമുക്ക് തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയും. ഈ കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം. തിളപ്പിച്ചാലും നീക്കം ചെയ്യാൻ കഴിയാത്ത കാഠിന്യമാണ് സ്ഥിരകാഠിന്യം. ഈ സ്ഥിരകാഠിന്യം നീക്കം ചെയ്യാൻ അനുയോജ്യമായ രാസവസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ജലത്തിൻ്റെ ഈ സ്ഥിരകാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. തിളപ്പിച്ചാലും നീക്കം ചെയ്യാൻ കഴിയാത്ത കാഠിന്യമാണ് സ്ഥിരകാഠിന്യം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ ഈ കാഠിന്യം നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. മൃദുജലം, കഠിനജലം എന്നിവ എന്തെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതുകൂടാതെ ഖനജലവുമുണ്ട്. എന്താണ് ഖനജലം? ജലത്തിലെ ആറ്റം എന്നത് H2O ആണ് അല്ലേ? ഇതിൽ Hന് പകരം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഖനജലം. D2O എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. ഖനജലം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ്. ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അതുപോലെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തി പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ഈ വാതകങ്ങളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഈ വാതകങ്ങൾ ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കും. ജലത്തിൽ ഇത്തരത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് ജലജീവികൾ ഉപയോഗിക്കുന്നത്. ഈ ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ജലം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന ജൈവമാലിന്യങ്ങൾ അഴുകുന്നതിന് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ ഉപയോഗപ്പെടുത്തുന്നു. ഇതുമൂലം ജലത്തിലെ സ്വാഭാവിക ഓക്സിജൻ്റെ അളവ് കുറയുകയും ജലജീവികളുടെ തന്നെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ജലമലിനീകരണം. ജലമലിനീകരണത്തിന് പ്രധാന കാരണങ്ങൾ ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം, അമിതമായ രാസവള പ്രയോഗം, ഡിറ്റർജൻറ്റുകളുടെ അമിതമായ ഉപയോഗം, ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കീടനാശിനികൾ. ജലമലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം, അമിതമായ രാസവള പ്രയോഗം, ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ. മനുഷ്യൻ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. നിലവിലുള്ള ജലസ്രോതസ്സുകൾ അനുദിനം മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാക്കുന്നു.
ഇത് സർവ്വജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കും. ജലമലിനീകരണം തടയുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. മഴവെള്ള സംഭരണത്തിലൂടെയും നമുക്ക് ഒരു പരിധിവരെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയും. നമ്മുടെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയുള്ളത് വിലയിരുത്താം എന്ന പോർഷനാണ്. നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.